ബാബുവിൻ്റെ ഭാര്യയെ എങ്ങനെ ഈ വിഷമഘട്ടം അറിയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ഏറ്റവും ഒടുവിലായും വിളിച്ച് വീട്ടിൽ വിവരങ്ങൾ തേടുകയും ഇനിയുള്ള വരവിന് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി പറക്കാൻ പറ്റാത്ത കുഞ്ഞ്, 13 വയസ്സുകാരിയായ മകൾ, ഇവരെയൊക്കെ തന്നെ അവരുടെയൊക്കെ ഭാവി കണ്ടുകൊണ്ട് കുറച്ച് പണം സമ്പാദിച്ച് കുറച്ച് സ്വപ്നങ്ങൾ അത് ഉള്ളിലൊതുക്കി പ്രവാസ ലോകത്തേക്ക് തിരികെ വണ്ടി കയറിയ, വിമാനം കയറിയ വ്യക്തിയായിരുന്നു അരുൺ ബാബ. പ്രിയപ്പെട്ട സഹോദരിയെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ കഴിയില്ല. സാന്ത്വനിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അരുൺ ബാബു ഇനിയില്ല എന്നത് അംഗീകരിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. ആ അമ്മയ്ക്കും സഹോദരനും ഭാര്യയ്ക്കുമൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടായ ഒരു വീട് കൂടിയാണ്. ഇരുപത്തിമൂന്ന് വീടുകളിൽ നിന്നും ഉയരുന്ന ഈ രോദനം കേരളത്തിന്റെ ഒന്നാകെ വിലാപവും രോദനവുമായി മാറുകയാണ്. വീടെന്ന സ്വപ്നം അത് നെഞ്ചിലേറ്റിയാണ് പലരും. ഇതിൽ മരണപ്പെട്ട അധികവും യുവാക്കളാണ്. ആ യുവാക്കളൊക്കെ നാളേക്കുള്ള സ്വപ്നങ്ങൾ കരുതിക്കൂട്ടി അവരൊക്കെ ആ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടേയിരിക്കുമ്പോഴാണ് നിലച്ചിരിക്കാതെ എത്തുന്ന ഈ ദുരന്തം. അവിടെ ജീവൻ അറ്റുപോകുന്നു, പ്രതീക്ഷകൾ അറ്റുപോകുന്നു, മോഹങ്ങൾ അറ്റുപോകുന്നു. ആശയറ്റവർ, ആശ്രയം നഷ്ടപ്പെട്ടവരായി കുറച്ച് ആളുകൾ, ഉറ്റവർ, ബന്ധുക്കൾ മാത്രം ഈ ഭൂമിയിൽ ശേഷിക്കുന്നു. ദുരന്ത കാഴ്ചകൾ. ഇപ്പോൾ ഷമീറിൻ്റെ മൃതദേഹം, അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അത് പള്ളിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. സംസ്കാരത്തിനായി അവസാനത്തെ ഒരു 6 അടി മണ്ണിലേക്ക് ഷമീർ പോകുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ ജന്മനാടിനും, ആ ഉമ്മയ്ക്കും വാപ്പയ്ക്കും സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ആ പിഞ്ചു കുഞ്ഞിനും ഒക്കെ. കലങ്ങിയ കണ്ണുകളുമായി ഈ ആദ്യ വാർത്ത, ഈ ദുരന്തത്തിന്റെ ഷമീറിൻ്റെതായിട്ടാണ് കേരളം കേട്ടത്. ഒരു മരണം എന്ന നിലയിൽ നമ്മൾ അത്യന്തം വേദനയോടെ ആ മരണവാർത്ത ശ്രവിക്കുന്നു. പിന്നീട് ഒന്നൊന്നായി കേരളത്തിലെ ഘടികാരം ഇങ്ങനെ നീങ്ങുമ്പോൾ ഓരോ ദുരന്ത വാർത്തകളായിരുന്നു ഓരോ മണിക്കൂറിൽ കേരളം കേട്ടുകൊണ്ടേയിരുന്നത്. അതിൽ ആദ്യത്തെ ദുരന്തത്തിൻ്റെ ഇര അത് വാർത്തയായി എത്തുന്നത് ഷമീറിൻ്റെതായിരുന്നു. ഒരുപാട് മോഹങ്ങളുമായി അങ്ങനെ സാധാരണക്കാരനായ ഒരു വ്യക്തി എന്ന നിലയിൽ, നാട്ടിലെ നല്ലവനായ വ്യക്തി എന്ന വിളിപ്പേരുള്ള വ്യക്തി, അങ്ങനെ ഉള്ള ഷമീറിൻ്റെ മരണവാർത്തയും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ആ നാട്ടിനെ സംബന്ധിച്ചോളം താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ്. സംസ്കാര ചടങ്ങുകൾ അങ്ങനെ പുരോഗമിക്കുന്നത്.